മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്ക് എല്ലാവരുടെയും പിന്തുണയാണ് നൽകുന്നത്. കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, കേരളം അതിജീവനത്തിന്റെ പാതയിലാണ്. അതിന്റെ ആദ്യ പടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരുപക്ഷെ പുനരധിവാസത്തിന്റെ ചരിത്രത്തിൽ കേരളം ഒരു തനത് മാതൃക മുന്നോട്ട് വെക്കുകയാണ്. കേരളത്തിന്റെ ഒരു മാതൃക തന്നെയാണ് ഇന്ന് നമുക്ക് ഈ വേദിയിൽ കാണാനാകുന്നത്. മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മന്ത്രിമാരുണ്ട്, പ്രിയങ്ക ഗാന്ധി MP ഉണ്ട്, പ്രതിപക്ഷ ഉപനേതാവുണ്ട്. എല്ലാവരും കൈകോർത്ത ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിടുന്നു. അത്തരത്തിൽ ഈ അതിജീവനത്തിന്റെ പുതിയൊരു മാതൃക തന്നെയാണ് കേരളം ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സമയബന്ധിതമായി ഈ പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാനായാൽ അത് തീർച്ചയായും രാജ്യത്തിനും ലോകത്തിനും ഒരു മാതൃക തന്നെയാകും. മുഖ്യമന്ത്രി അത് തന്നെയാണ്, ഈ ഒരുമയുടെ സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. അതോടൊപ്പം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായം കിട്ടിയില്ല എന്ന കാര്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ എടുത്തു പറഞ്ഞു. എല്ലാവരും ആ ഒരുമയുടെ കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. പ്രിയങ്ക ഗാന്ധി MP ആണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. അവരും അത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന കാര്യമാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, രാഹുൽ ഗാന്ധി 100 വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി തന്നെയാകും നിർമ്മിക്കുക എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വേദിയിൽ വെച്ച് അറിയിച്ചത്. എന്തായാലും വളരെ ഒത്തൊരുമയോടെ കേരളം മുന്നോട്ട് പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഇന്നത്തെ പരിപാടി നൽകുന്നത്. കോടതിയിൽ നിന്ന് ഒരു കേസ് കൂടി തീരാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തീരുകയാണെങ്കിൽ 2025 തന്നെ വീടുകൾ കൈമാറാനാകുമെന്ന പ്രതീക്ഷയാണ് റവന്യൂ മന്ത്രിയും അതുപോലെ ഉദ്യോഗസ്ഥരും പങ്കുവച്ചത്. ഈ സാമ്പത്തിക വർഷം മാർച്ച് 31 തന്നെ ടൗൺഷിപ്പിന്റെ പണി പൂർത്തിയാക്കാൻ ആകുമെന്ന പ്രതീക്ഷയും സർക്കാർ പങ്കുവയ്ക്കുന്നു. ആര്യ.